ഇങ്ങനെയായിരുന്നു. പക്ഷെ അദ്ദേഹം അഞ്ചാം പാതിര തുടങ്ങിയ സിനിമകളൊക്കെ ചെയ്ത ശേഷം അദ്ദേഹത്തിന്റെ ശബ്ദത്തിനുണ്ടായിരുന്ന പ്രധാന മാറ്റം ഇങ്ങനെയാണ്. ഓരോ കൊലപാതകം കഴിഞ്ഞാൽ ഒന്നരോ രണ്ടോ കൊല്ലം അവധിയെടുക്കും. എന്നിട്ട് പോലീസിനെയും പത്രക്കാരെയും വിശ്വസിപ്പിക്കും. റിപ്പർദേവിയുടെ അവസാനത്തെ കൊലയും കഴിഞ്ഞെന്നും വേട്ട അവസാനിച്ചു നിജകഥ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. ഈ ശബ്ദത്തിൽ നിന്ന് ചെറിയ വ്യത്യാസം വരുത്തിയാൽ നമുക്ക് തമിഴ് ഹാസ്യതാരം വടിവേലിന്റെ ശബ്ദത്തിലേക്ക് പോകും. അതിങ്ങനെയാണ്. என் பையன் உசுர கல்ல பிடிச்சுக்கிட்டு வீடுல உச்ச மாசம் இல்லாம கையெல்லாம் உடம்பு போய் கிடக்குறாயா. அவங்கள சும்மா விடக்கூடாதுயா, அவங்கள சும்மா விடக்கூடாது. ഇത് നമ്മുടെ വടിവേലുവാണ്. മാത്രമല്ല നമുക്ക് ഉലകനായകൻ എന്ന് പറയാനായിട്ട് ഒരേ ഒരു താരമുള്ളൂ, നമ്മുടെ കമൽഹാസൻ സാറ്. കമൽഹാസൻ സാറിന് ഇപ്പോ അദ്ദേഹത്തിന് ഏജ് ഒക്കെ കൂടി, അപ്പൊ അദ്ദേഹത്തിന്റെ ശബ്ദത്തിലുണ്ടായത് പ്രധാനമായിട്ട് അദ്ദേഹത്തിന് നല്ല കട്ടി കൂടി. അപ്പൊ കട്ടി കൂടിയുള്ള ശബ്ദം ഇങ്ങനെയായിരുന്നു. இந்த மாதிரி நேரத்துல வீர எல்லாம் அடிக்கடி சொல்ற வார்த்தை என்ன தெரியுமா? பார்த்துக்கடா, விளையாட்டை பார்த்து நடப்பும்போது வெற்றியை பற்றி நடப்பது பிரமாதமாக விளையாடலாம். அப்படி மட்டும்தான் இது. நம்ம எல்லாரும் நல்லா இருங்க. எல்லாருக்கும் என்னுடைய நன்றி, വണക്കം. താങ്ക് യു. ഉലകനായകൻ കമൽഹാസൻ ആണെങ്കിൽ നമുക്കൊരു ലാലേട്ടനുണ്ട്. ലാലേട്ടൻ ബിഗ് ബോസ് എന്ന ഷോ ഇപ്പൊ നിങ്ങൾ ലൈവായിട്ട് നിങ്ങൾ ഷോ കാണാറുണ്ടല്ലേ? അപ്പൊ ബിഗ് ബോസ് എന്ന ഷോ. എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 5 കോ-പ്രസന്റഡ് ബൈ JB ലൂക്കൽ USA. എന്താ ചെയ്യുന്നത് ഈ പരിപാടിയില് മോനെ ഞാനൊരു വൈറ്റ് കാർഡിന്റെ ആയിട്ട് ഇങ്ങോട്ട് കയറ്റണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല. എന്തായാലും വലിയ നല്ലൊരു കാര്യങ്ങൾ ഉണ്ടാവട്ടെ. സിംഗപ്പൂർ മലയാളികൾക്ക് എല്ലാവരും ആഘോഷങ്ങൾ, ഓണങ്ങളൊക്കെ ആഘോഷിക്കുകയും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വേണമെങ്കിൽ ഞാനൊരു നേരെ എന്ന സിനിമയിലെ ഒരു ഡയലോഗ് നിങ്ങൾക്ക് വേണ്ടി പറയുകയാണ്. പിന്നെ എങ്ങനെയാണ് അത് പെരുമാറേണ്ടത്? അപമാനം ഭയന്നല്ല ഉള്ളിലൊതുക്കി വിധി എന്ന് കരുതി സ്വയം ആശ്വസിച്ച് നിശബ്ദനായിരിക്കണം എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്. കാലം മാറി സാർ. പുതിയ തലമുറയിലെ പെൺകുട്ടികൾ അങ്ങനെയല്ല. അവർ വ്യക്തമായി വിളിച്ചു പറയും ആരാ, എന്താ, എങ്ങനാന്ന്. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. അപ്പൊ ഇത് ലാലേട്ടന്റെ ശബ്ദമാണെങ്കിൽ ഈ ലാലേട്ടനെ നമുക്കൊന്ന് മാസികയിൽ പിടിപ്പിച്ചാൽ നമുക്ക് രഞ്ജി പണിക്കരുടെ ശബ്ദത്തിലേക്ക് കിടക്കാം. എങ്ങനെയാണ്? നീ ഒരു മടിയന്. പിന്നെ എങ്ങനെ? എടാ, എന്റെ മക്കൾക്ക് എന്നെക്കാളും മുകളിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കും. എടാ, ഒരു 10-35 വയസ്സൊക്കെ ആകുമ്പോൾ നീ ലൈഫിൽ സെറ്റിൽ ആവും. ഒരു ബിസിനസ്, ഒരു ഫാമിലി, അങ്ങനെ ഒറ്റ ഡയറക്ഷനിൽ മുന്നോട്ട് പോകും. പിന്നെ ഒരു 25 വയസ്സിനൊക്കെ മുമ്പ് നമ്മുടെ ഈ ലോകം ഇങ്ങനെ വിശാലമായിട്ട് തുറന്നെടുക്കും. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ആയിട്ട് അത് നീ എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിൽ യു ആർ വേസ്റ്റിംഗ് യുവർ ഏജ്. അപ്പൊ എന്തായാലും നന്ദി, നമസ്കാരം. നമ്മുടെ TG രവി ഉണ്ട്. TG രവി സാർ ഇവിടെയാണ്. ഹലോ അലോഷി, മൈ സൺ എവിടെയാണ്? ഈ കാറ് മേടിക്കാനായിട്ട് ആള് വരെ വളരെ ലേറ്റാവൂത്രേ. കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പറയും ഇപ്പൊ ഈ സമയത്ത് വരും. പക്ഷെ നമ്മൾ കറക്റ്റ് സമയത്ത് എത്തി വിളിച്ചു നോക്കാൻ പോയി പറയും ഓൺ ദ വേ. എന്തോ ഓൺ വേന്ന്, എന്തുകൊണ്ട് ഓൺ വേന്ന് അവര് കിടക്കന് എഴുതിട്ട് പോയിട്ടുണ്ടാവില്ല. എന്നാലും അവന്മാര് വെച്ച് കാണിച്ചു ഓൺ ദ വേ. അപ്പൊ എല്ലാവർക്കും നന്ദി. അപ്പൊ നമ്മുടെ സഞ്ജു സാംസൺ ഇവിടെയുണ്ട്. സഞ്ജു സാംസൺ എങ്ങനെയാണ് സംസാരിക്കണേ? കേട്ടോ, വളരെ സന്തോഷമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരുപാട് സിംഗപ്പൂർ മലയാളികൾ എല്ലാവരും ഒരുമിച്ച് കാണാൻ കഴിയുന്ന വലിയൊരു സന്തോഷമാണ്. മാത്രമല്ല നമ്മൾക്ക് ഒരുപാട് ക്രിക്കറ്റ് കളിക്കാനായിട്ട് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഒരുപാട് ക്രിക്കറ്റ് കളിക്കാനായിട്ട് സാധിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ ശ്രീകണ്ഠ സാർ കൂടിയുണ്ട്. എല്ലാവർക്കും നമസ്കാരം. അയ്യോ, എന്തൊക്കെയുണ്ട് മോനെ? സുഖം വിശ്വസിക്കുന്നു. ഒരുപാട് കാര്യങ്ങളായി കണ്ടിട്ട്. എന്തായാലും ഇന്നത്തെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ഔസേപ്പൻ സാറിന്റെ ഈ പരിപാടിയെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അഖിൽ മാരാർ തരുന്നു. അഖിൽ മാരാർ, എന്തൊക്കെയാണ് അവിടെ സിംഗപ്പൂരിൽ നടക്കുന്നത്? ഞാൻ ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഇതൊരു ആരോടും യോജിക്കില്ല. ഈ ഫ്രണ്ടിൽ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആളെ ഞാൻ കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് എനിക്കറിയാം. കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് അറിയാം. നീ രാവിലെ എന്താ കഴിച്ചത്? പുട്ടും കടലയോ? പുട്ടും കടലയാണ് കഴിച്ചത്. രാവിലെ പുട്ടും കടല കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഭാര്യ ഉണ്ടാക്കി കൊടുത്ത പുട്ടും കടലും കഴിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ലോകത്തുള്ള എല്ലാ സ്ത്രീകളെയും ബഹുമാനിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ എൻ്റെ ഭാര്യ പണിയെടുക്കാൻ ഞാൻ സമ്മതിക്കുന്നത്. ഞാൻ തന്നെയാണ് തുണി അലക്കുന്നത്, ഞാൻ തന്നെയാണ് അടിച്ചു വാരുന്നത്, ഞാൻ തന്നെയാണ് പാത്രം കഴുകുന്നത് എല്ലാം. ഇനി മേല ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ച് നമുക്ക് ഒരു മജീഷ്യനെ തന്നെ വിളിക്കാം. നമ്മുടെ മുതുകാട് സാർ ഇവിടെയുണ്ട്. യെസ്
എല്ലാവർക്കും നമസ്കാരം. ഹായ്. ഒരുപാട് സന്തോഷമുണ്ട്, മനസ്സിൽ സന്തോഷങ്ങൾ തുളുമ്പുകയാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു വേദിയിൽ വരിക, നിങ്ങളെ എല്ലാവരും കാണുക എന്ന് പറയുന്നത്, ഇത്രയും നേരം ചിരിച്ചുകൊണ്ടിരുന്ന ഇദ്ദേഹം എന്റെ മുഖത്ത് നോക്കി ഇതിങ്ങനെ ചോദിക്കുകയാണ്, ഇതാരെയാണ് ഇദ്ദേഹം അനുകരിക്കുന്നത് എന്ന് ചിന്തിച്ചു പോകുന്നു. എന്തായാലും ഒരു മാജിക്കിലൂടെ നിങ്ങൾ പാട്ടുകൾ ആസ്വദിക്കുന്ന ഒരാളാണ്. ഒരു മാജിക്കിലൂടെ നിങ്ങൾ മനസ്സിൽ കണ്ട ആ പാട്ട് ഞാൻ പാടാം. എന്റെ കൈ വെക്കാൻ സാധിക്കില്ല, ഒരുപാട് ദൂരമുണ്ട്. എങ്കിലും കൈ വെച്ച് ധ്യാനിക്ക്. കണ്ണുകൾ അടയ്ക്കുക, കണ്ണുകൾ അടയ്ക്കുക, കണ്ണുകൾ അടയ്ക്കൂ. അപ്പൊ കണ്ണുകൾ അടച്ചുകൊണ്ട് എന്റെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. കയ്യിൽ പിടിച്ചുകൊണ്ട് അപ്പോ യെസ്, മാജിക് നടക്കാൻ പോകുന്നു. യെസ്, അദ്ദേഹം മനസ്സിൽ ധ്യാനിച്ച പാട്ട് ഭാര്യയാണോ? ഭാര്യയാണോ? അതെ, ഭാര്യയാണ്. അദ്ദേഹം മനസ്സിൽ ധ്യാനിച്ച പാട്ട് ഏതാണെന്നറിയോ? ആ പാട്ട് ഞാനൊന്ന് പാടിക്കോട്ടെ. അദ്ദേഹം മനസ്സിൽ ധ്യാനിച്ച പാട്ട് വന്നല്ലോ ഫീലിങ്സ്, വന്നല്ലോ ഫീലിങ്സ്, വന്നു വന്നു കൊല്ലുന്നല്ലോ ഫീലിങ്സ്. അപ്പൊ എല്ലാവർക്കും എന്റെ മാജിക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. സമയപരിധി മൂലം നമ്മുടെ അനുകരണങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. താങ്ക് യു ഓൾ.